ആൻഡ് ഫൈനലി iOS 26 RC അപ്ഡേറ്റ് ആപ്പിൾ റിലീസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് വന്നിരിക്കുന്നത് 7.21 GB എൻ്റെ iPhone 11 വന്നിരിക്കുന്നത്. മിക്കവാറും എല്ലാ ഡിവൈസിലും ഒരു 10 GB വരെയും ഈ ഒരു അപ്ഡേഷൻ പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആപ്പിൾ WatchOS 26, macOS 26, iPadOS 26 എന്നിങ്ങനെ കുറേ അധികം അപ്ഡേഷൻസിൻ്റെ RCയും റിലീസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ റെഗുലറായിട്ട് ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സ് ന്യൂസും ബാക്കി എല്ലാ കണ്ടറിയണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ഫ്രീ ആയിട്ട് ചെയ്യാം, പക്ഷേ നമുക്ക് അതൊരു വലിയ കാര്യം തന്നെയാണ്. തുടക്കം തന്നെ നമുക്ക് ഈ അപ്ഡേഷൻ്റെ ബിൽ നമ്പർ ഇത് സ്റ്റാർട്ട് ചെയ്യാം. നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ എബൌട്ട് സെക്ഷനിൽ പോയി നമ്മുടെ സോഫ്റ്റ് വേർഷൻ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും iOS 26 23A340 എന്ന ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽ നമ്പറാണ് ഈ വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് റിലീസ് ആകുമ്പോൾ ആ ഒരു അപ്ഡേറ്റ് എല്ലാ ബീറ്റ യൂസേഴ്സിനും ലഭിക്കുന്നതാണ്. ഈ ഒരു RCയിൽ നമുക്ക് പുതിയ മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ അപ്ഡേഷനിൽ എങ്ങനെയാണ് നിങ്ങളുടെ കണക്ടിവിറ്റി, ആ ഒരു സെയിം കണക്ടിവിറ്റി തന്നെയായിരിക്കും ഈ ഒരു അപ്ഡേഷനിലും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഈ ഒരു അപ്ഡേറ്റിൽ വന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ആപ്പിൾ ഹെൽത്തിനാണ് ആദ്യത്തെ ചേഞ്ച് വന്നിരിക്കുന്നത്. ആപ്പിൾ ഹെൽത്തിൽ ഇനി മുതൽ നമുക്ക് സ്ലീപ്പ് സ്കോർ കണ്ടുപിടിക്കാൻ പറ്റും. നേരെ താഴത്തേക്ക് പോകാം. നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ലീപ്പ് സ്കോർ അല്ലെങ്കിൽ സ്ലീപ്പിൻ്റെ ഡാറ്റ ആപ്പിൾ ഹെൽത്തിൽ ആഡ് ചെയ്ത് തരാൻ പറ്റും. ഇവിടെ എൻ്റെ സ്ലീപ്പ് സ്കോർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് സ്ലീപ്പ് സ്കോർ, സ്ലീപ്പ് വൈറ്റൽസ് എന്നീ 3 കാര്യങ്ങളും കാണാൻ പറ്റും. സ്ലീപ്പ് സ്കോറിൻ്റെ ഇവിടെ ടാപ്പ് ചെയ്യുമ്പോൾ ഇന്നലെ ഞാൻ ഉറങ്ങിയിട്ടില്ല, അതായത് ആപ്പിൾ ഇവൻറ്റിൻ്റെ ആ ഒരു ഇവൻറ്റിന് ശേഷം ഞാൻ വീഡിയോസും ബാക്കി കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് ഉറങ്ങിയില്ല. അതുകൊണ്ട് തന്നെ എനിക്കിവിടെ സ്ലീപ്പിന് നോ ഡാറ്റയാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ നോക്കുമ്പോൾ 97 ഉണ്ട്, എക്സലൻ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഹൈ ഉണ്ട്, ഓക്കെ ഉണ്ട്. ഈ പറഞ്ഞ നമ്മുടെ സ്ലീപ്പിൻ്റെ ഒരു ദിവസത്തെ പാറ്റേണും അതേപോലെ നമ്മുടെ സ്ലീപ്പിൻ്റെ ക്വാളിറ്റിയും അനുസരിച്ചാണ് ഈ ഒരു സ്ലീപ്പ് സ്കോർ നമുക്ക് വരുന്നത്. ആൻഡ് തൊട്ട് താഴത്ത് നമുക്ക് സ്ലീപ്പിൻ്റെ ആ ഒരു ഡാറ്റ ഫുള്ള് നമുക്ക് ലഭിക്കും. ഈ പറയുന്ന REM സ്ലീപ്പ്, വേക്ക്, കോറ്, ഡീപ്പ് എന്നിങ്ങനെ അതോടൊപ്പം വൈറ്റൽസും നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഈ പറയുന്ന എസ്റ്റഡേ നമ്മൾ എത്ര നേരം കിടന്നു, ആ ഒരു കിടന്നപ്പോൾ നമ്മുടെ ഹാർട്ട് റേറ്റ്, അതേപോലെ നമ്മുടെ ഈ പറഞ്ഞ ബ്ലഡ് ഓക്സിജൻ എല്ലാ കാര്യങ്ങളും വൈറ്റൽസിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഒരു ഓപ്ഷൻ കൂടാതെ തന്നെ ആപ്പിൾ ഹെൽത്തിൽ പുതിയ ഒരു 2ാമത്തെ ഓപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മുടെ ഹൈപ്പർ ടെൻഷൻ്റെ ആ ഒരു ഫീച്ചറാണ്. ആപ്പിൾ വാച്ച് സീരീസ് 10 മുതൽ എല്ലാ വാച്ചിലും ഈ പറഞ്ഞ ഹൈപ്പർ ടെൻഷൻ്റെ ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട്. നേരെ ആ ഒരു ഹൈപ്പർ ടെൻഷൻ്റെ ഓപ്ഷൻ നമുക്കൊന്ന് സെർച്ച് ചെയ്യാം. ഹൈപ്പർ ടെൻഷൻ എന്ന് വരുമ്പോൾ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു നോട്ടിഫിക്കേഷൻ ഓപ്ഷൻ ഉണ്ട്. ആ ടാപ്പ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഹെൽത്ത് കണ്ടീഷൻ കറക്റ്റായിട്ട് നമ്മുടെ 30 ഡേയ്സിൻ്റെ ഒരു പീരീഡിൽ നമുക്ക് വരുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ഈ പറയുന്ന ഹൈപ്പർ ടെൻഷൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങളാണ് ആപ്പിൾ ഹെൽത്തിൽ നമുക്ക് വന്നിരിക്കുന്നത്. അടുത്ത വന്നിരുന്ന ചേഞ്ച് ഒരു വണ്ടർഫുൾ ചേഞ്ച് ആണ്. കാരണം ഇനി മുതൽ നിങ്ങളുടെ ഐഫോണിൻ്റെ ഹോം സ്ക്രീനിലെ ഐക്കൺ ലേഔട്ട് ഐഫോൺ ഡിവൈസിൻ്റെ കളറോ അല്ലെങ്കിൽ കേസിൻ്റെ കളറോ അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആവും. എങ്ങനെയാണെന്നല്ലേ, അതൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണ്. ഈ പറഞ്ഞ ഐഫോണിൽ ഉപയോഗിക്കുമ്പോൾ മാക്സേഫ് ആയിട്ട് ആപ്പിളിൻ്റെ തന്നെ ഒഫീഷ്യൽ കേസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു കേസ് കളർ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്യും. അതിന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യാം. ഇരട്ടുന്ന ഓപ്ഷൻ എടുത്ത് കസ്റ്റമൈസ് എന്ന ഓപ്ഷനിലേക്ക് പോവാം. ഇവിടെ ഈ ഒരു ഓപ്ഷനിൽ ടിൻറ്റഡ് എന്ന ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഇവിടെ 3 ഓപ്ഷൻസ് ആണ് കാണാൻ പറ്റുക, പക്ഷേ ഇവിടെ ആക്ച്വലി 4 ഓപ്ഷൻസ് ഉണ്ട്. എൻ്റെ ഡിവൈസിൽ ആ ഒരു 4ാമത്തെ ഓപ്ഷൻ കാണിക്കാത്തതുകൊണ്ടാണ്. എൻ്റെ ഡിവൈസ് ഈ പറഞ്ഞ മാക്സേഫ് സപ്പോർട്ടഡ് ഡിവൈസ് അല്ല. iPhone 12 തൊട്ടാണ് മാക്സേഫ് സപ്പോർട്ടഡ് ഡിവൈസ് വരുന്നത്. ഇവിടെ എൻ്റെ ഡിവൈസിൻ്റെ ഏറ്റവും ആദ്യത്തെ കാര്യം കാണിക്കുന്നത് കളറാണ്, ഒരു റെഡ് കളർ. എൻ്റെ ഡിവൈസ് റെഡ് കളറാണ്. സോ അത് ഓട്ടോമാറ്റിക്കലി റെഡ് കളറിലേക്ക് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങളുടെ ഫോൺ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ NFC എനേബിൾ ആയിട്ടുള്ള ആപ്പിളിൻ്റെ തന്നെ ഒഫീഷ്യൽ കേസ് ആണെങ്കിൽ ആ ഒരു കേസിൻ്റെ ഓപ്ഷൻ ഇവിടെ കാണും. ഈ ഒരു ഐഫോണിൻ്റെ കളർ മാറിയ പോലെ തന്നെ നിങ്ങൾക്ക് കേസിൻ്റെ കളർ അനുസരിച്ച് ഈ പറഞ്ഞ ആപ്പിൻ്റെ ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതൊരു വണ്ടർഫുൾ ചേഞ്ച് ആണ്. വണ്ടർഫുൾ ചേഞ്ചിനെക്കാട്ടും കൂടുതൽ നമ്മുടെ ഡിവൈസും ആ ഒരു കേസും എക്കോസിസ്റ്റം കുറച്ചുകൂടെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയാണ് ആപ്പിൾ ആ ഒരു ഓപ്ഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. അടുത്ത വന്നിരുന്ന ചേഞ്ച് നമ്മുടെ പുതിയ ആപ്പിൾ വാച്ചിൻ്റെ വാച്ച് ഫേസസ് ഇപ്പോൾ iOS 26 അവൈലബിൾ ആയിട്ടുണ്ട്. നേരെ വാച്ച് ആപ്പ് എടുക്കാം. തൊട്ട് താഴത്തുള്ള ഫേസ് ഗാലറി എടുക്കുമ്പോൾ പുതിയ വാച്ച് ഫേസസിൻ്റെ ലിസ്റ്റ് ഇവിടെ കാണാൻ പറ്റും. അവിടെ ടാപ്പ് ചെയ്യുമ്പോൾ 2 പുതിയ വാച്ച് ഫേസ് ആണ് നിങ്ങൾക്കിവിടെ അവൈലബിൾ ആയിരിക്കുന്നത്. ഒന്ന് ഫ്ലോ എന്ന പേരിലും 2 എക്സ്ട്രോഗ്രാഫ് എന്ന് പറയുന്ന പേരിലും. ഈ 2 വാച്ച് ഫേസും നിങ്ങൾ വാച്ചും അപ്ഡേറ്റ് ചെയ്ത് അതുപോലെ ഫോണും അപ്ഡേറ്റ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ 2 വാച്ച് ഫേസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അടുത്ത വന്നിരുന്ന ചേഞ്ച് നമ്മുടെ ഫിറ്റ്നസ് ആപ്പിലാണ്. ഫിറ്റ്നസ് ആപ്പിൽ നിങ്ങൾക്കൊരു പുതിയ ഓപ്ഷൻ ഇവിടെ എനേബിൾ ആയിട്ടുണ്ട്. ഇറ്റ്സ് കോൾഡ് വർക്കൗട്ട്.
യെസ്, ഐഫോൺ ഉപയോഗിച്ചുകൊണ്ടും ഇനി നിങ്ങൾക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഈ പറഞ്ഞ വർക്കൗട്ട് ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കുറേയധികം ഓപ്ഷൻസ് നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഔട്ട്ഡോർ വാക്ക്, ഹൈക്കിംഗ്, ഔട്ട്ഡോർ റൺ, ഔട്ട്ഡോർ സൈക്ലിംഗ് എന്നിങ്ങനെ. അതോടൊപ്പം തൊട്ട് താഴത്ത് നിങ്ങൾക്കൊരു പ്ലസ് ബട്ടൺ ലഭിക്കുന്നുണ്ട്. ഈ പറഞ്ഞ ഓപ്ഷൻസ് നിങ്ങൾക്ക് ആപ്പിൾ വാച്ചും എയർപോഡ്സുമായിട്ട് കണക്ട് ചെയ്ത് ഈ പറഞ്ഞ വർക്കൗട്ട്സ് കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാം. അതുപോലെ പൊക്കത്ത് നിങ്ങൾക്ക് വേറൊരു സിമ്പിൾ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ HRM ഡിവൈസുകൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് വഴി ഈ പറഞ്ഞ ഹാർട്ട് റേറ്റ് സെൻസേഴ്സോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഡിവൈസ്, പെർട്ടിക്കുലർ സെലക്ടഡ് ഡിവൈസ് കണക്ട് ചെയ്തും നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ വർക്കൗട്ട് മെട്രിക്സും ട്രാക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഓരോ സെലക്ടഡ് ഡിവൈസിൽ വർക്കൗട്ട് ബഡിയും അങ്ങനത്തെ കുറേയധികം ഓപ്ഷൻസും ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. വർക്കൗട്ട് ബഡി ഒരു ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചറാണ്. അത് സെലക്ടഡ് ഡിവൈസിൽ മാത്രമാണ് ലഭിക്കുക. തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇവിടെ ഒരു പ്ലേ ബട്ടൺ, അഥവാ നമ്മുടെ ഈ പറഞ്ഞ വർക്കൗട്ട് ഓപ്പൺ ചെയ്യാനുള്ള ഒരു പ്ലേ ബട്ടണും തൊട്ട് താഴത്തെ നമുക്കൊരു മ്യൂസിക് കൺട്രോൾസിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. ഈ പറഞ്ഞ മ്യൂസിക് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫേവറേറ്റ് ആയതും അല്ലെങ്കിൽ സെലക്ട് ആയിട്ടുള്ള ഓരോ മീഡിയാസും നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ആൻഡ് ഇവിടെ നമുക്ക് ടൈം സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ഈ ഒരു ഔട്ട്ഡോർ വാക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡി എന്ന് കാണിച്ചു. യൂഷ്വലി ആപ്പിൾ വാച്ചിൽ കാണിക്കുന്ന സെയിം കൗണ്ട് ഡൗൺ തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ആപ്പിൾ വാച്ചിൽ സൈക്ലിംഗ് ചെയ്യുമ്പോൾ ഈ പറയുന്ന സെയിം സ്ക്രീൻ ഐഫോണിലേക്ക് ഷെയർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ആയിരുന്നു, അല്ലെങ്കിൽ മിറർ ചെയ്യുന്ന ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതേ സെയിം പാറ്റേൺ അല്ലെങ്കിൽ ആ ലേ ഔട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. കുറച്ചുകൂടെ ക്ലീൻ ആയിട്ടാണ് ഐഫോണിൽ ഈ പറഞ്ഞ വർക്കൗട്ട് ആപ്ലിക്കേഷൻ വന്നിരിക്കുന്നത്. തൊട്ട് താഴത്തേക്ക് ജസ്റ്റ് നമ്മൾ സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ഇവിടെ എൻഡ് വർക്കൗട്ട് ഉണ്ട്, ചെക്കിനുണ്ട്, ലോക്ക് കൺട്രോൾസ് എന്ന ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം നമുക്ക് ഈ പറഞ്ഞ വർക്കൗട്ട് പോസ് ചെയ്യാം, അതോടൊപ്പം സ്പ്ലിറ്റ്സ് കൊടുക്കാം, ആൻഡ് HRM ഡിവൈസ് കണക്ട് ചെയ്യാം, നമ്മുടെ ആക്ടിവിറ്റി റിംഗ് നമുക്ക് ചെക്ക് ചെയ്യാം. ഏതൊക്കെയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കറക്റ്റ് ആയിട്ടാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഈ ഒരു അപ്ഡേഷൻ്റെ പെർഫോമൻസ് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് ഈ ഒരു അപ്ഡേഷൻ കഴിഞ്ഞപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം നമുക്കറിയാവുന്ന പോലെ iOS 26 കുറച്ചുകൂടെ ഒപ്റ്റിമൈസ്ഡ് ആണ്. അതോടൊപ്പം കുറച്ചുകൂടെ സ്മൂത്ത് ആയിട്ടാണ് ഈ പറഞ്ഞ ആപ്പ് ലോഞ്ചിങ്ങും ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഫോട്ടോ ആപ്പ് എടുത്തു, അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് തന്നെയാണ് ലോഡ് ആവുന്നത്. ഇനി നമുക്ക് ഈ പറഞ്ഞ ക്യാമറ ആപ്പ് എടുക്കാം. ക്യാമറ ആപ്പും അത്യാവശ്യം നല്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഡ് ആവുന്നുണ്ട്. ഉണ്ടോ, അത്യാവശ്യം ഫാസ്റ്റ് ആയിട്ട് ലോഡ് ആവുന്നുണ്ട്. ഇനി ആപ്പിൾ മ്യൂസിക് എടുക്കാം. ആപ്പിൾ മ്യൂസിക്കിൻ്റെ കോണ്ടന്റ് ലോഡ് ആവാനാണ് സ്ലോ ആവുന്നത്, പക്ഷേ ആപ്ലിക്കേഷൻ ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഡ് ആയിട്ടുണ്ട്. നേരെ നമുക്ക് ഈ പറഞ്ഞ ലൈബ്രറി എടുക്കാം. അത്യാവശ്യം എല്ലാ ആപ്ലിക്കേഷൻസും ഫാസ്റ്റ് ആയിട്ട് തന്നെ ലോഡ് ആവുന്നുണ്ട്. അടുത്തൊരു കാര്യമാണ് ഈ പറഞ്ഞ ഒഫീഷ്യൽ iOS 26 അപ്ഡേഷൻ എന്നാണ് ലഭിക്കുന്നത്. ഒഫീഷ്യലി ആപ്പിൾ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് iOS 26 ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് സെപ്റ്റംബർ 15 ലഭിക്കാൻ പോകുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് മിക്കവാറും രാത്രി 10 തന്നെ ആയിരിക്കും ഈ ഒരു അപ്ഡേഷൻ ഒഫീഷ്യലി എല്ലാ ഡിവൈസിനും ലഭിക്കാൻ പോകുന്നത്. ഈ ഒരു iOS 26 കൂടെ തന്നെ WatchOS 26, macOS 26 എന്നിങ്ങനെ എല്ലാ പുതിയ സോഫ്റ്റ്വെയറും iOS 18.7 എന്ന അപ്ഡേഷനും ആപ്പിൾ റിലീസ് ചെയ്യും. ആൻഡ് സെയിം ആ ഒരു നെക്സ്റ്റ് വീക്കിൽ തന്നെ iOS 26.1 എന്ന പുതിയ ബേറ്റയും നമുക്ക് ലഭിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് iOS 26 പുതിയ ഈ RC അപ്ഡേറ്റിൽ പറയാനുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. അതുകൊണ്ട് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, എല്ലാ കൂട്ടർക്കും ഷെയർ കൊടുക്കുക. റെഗുലറായിട്ട് ഇതേപോലെ ആപ്പിളിൻ്റെ അപ്ഡേറ്റ്സും ബാക്കി ഡീറ്റെയിൽസും വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും നിങ്ങൾക്ക് ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് സോൾ വീഡിയോ. ദിസ് ഇസ് Vipin Saviya signing from Evika.